സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ജില്ലയിലോ ഉള്ളപ്പോൾ ആ ഒരു അതോറിറ്റി ഇല്ലേ, ആ അതോറിറ്റിയിൽ ഇപ്പോൾ ഇല്ല, കാരണം ഒഴിഞ്ഞില്ലേ. അപ്പം പിന്നെ സൈഡ് ലൈൻ ചെയ്യുന്നത് എന്തിനാ പറയുന്നത്? അതെന്തിനാ അങ്ങനെ പറയുന്നത്? സൈഡ് ലൈൻ ചെയ്യല്ലോ. സംഘടനാ ചുമതല ഇല്ലാത്തത് മാത്രമല്ല, അതെ, അതാണ് മാത്രമാണ് കാരണം. അല്ല, സംഘടനാ ചുമതല ഉണ്ടെങ്കിൽ പാർട്ടി സംഘടനയ്ക്കകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പബ്ലിക്കിനോട് സംസാരിക്കാം, അത് ഒഴിവാക്കേണ്ടതില്ലായിരുന്നു, ഒഴിവാക്കേണ്ടത് ശരിയായില്ല എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം ട്രിവാൻഡ്രത്ത് പറഞ്ഞല്ലോ. അതിന് വേദി കിട്ടുന്നുണ്ടോ ആലപ്പുഴയിലെങ്കിലും? വേദി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേദി കുറവാണ്, അതിലൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആവശ്യപ്പെടാറില്ല. അവര് തിരിച്ചറിഞ്ഞ് വിളിക്കേണ്ടതല്ലേ? അതെന്തോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരു ഏരിയ സെക്രട്ടറി പാർട്ടി വിട്ടിട്ട് BJP ചേർന്നു. അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം, പണ്ടത്തെ പാർട്ടി അല്ലല്ലോ ഇപ്പോഴത്തെ പാർട്ടി, കണ്ണൂരിട്ടിയാൽ പേടിക്കാൻ. അങ്ങനെ പാർട്ടിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാറ്റം വന്നെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മറ്റേ മംഗലാപുരത്തെ ആ സാഹിബിന്റെ കാര്യമല്ലേ? അതെ അതെ, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റം വന്നൊന്നും പറയാൻ പറ്റില്ല. പാർട്ടിക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാർട്ടി രേഖകളിൽ തന്നെ ഉണ്ടല്ലോ അത്. ആലപ്പുഴയിലെ പാർട്ടികൾ പ്രത്യേകിച്ചും അങ്ങ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാർട്ടി രേഖകൾ പോലും മാധ്യമ സുഹൃത്തുക്കൾ വായിക്കുന്നില്ല. പാർട്ടിയുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ, സംഘടനാ പ്രമേയം, ഇതുപോലെ ഒരുപാട് രേഖകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അത് വായിച്ചു നോക്കണം. പാർട്ടിക്കകത്തുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിരവധി പരാമർശങ്ങളും സ്വയംവിമർശവും അതിനകത്തുണ്ട്. അതിൻ്റെ 4-1 പോലും ഞങ്ങളാരും പരസ്യമായിട്ട് പറയുന്നില്ല. അതൊന്നും വായിച്ചു നോക്കാതെയാണ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പാർട്ടിക്കെതിരെ പറഞ്ഞു ഉടനെ ജി സുധാകരൻ പാർട്ടിക്കെതിരെ പറഞ്ഞു. ആ രേഖയ്ക്കകത്തുള്ളതാണ് പറയുന്നത്, പാർട്ടി രേഖ ആരും വായിക്കുന്നില്ല. അപ്പം അതാ പറഞ്ഞത്, ഈ മാധ്യമ പ്രവർത്തകർ വലിയൊരു ഭാഗം, ഭൂരിപക്ഷം പാർട്ടിക്ക് വേണ്ടി പറയുന്നതിനെ പാർട്ടിക്കെതിരായിട്ട് പറഞ്ഞെന്നും പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നതാണ് പാർട്ടി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു കേരളത്തിൽ. ഇത് ഒരു അജണ്ടയാണ്, കാരണം പാർട്ടിയെ നശിപ്പിക്കാനുള്ള അജണ്ടയാണിത്. പാർട്ടിയെ എന്താണെന്ന് അറിയാവുന്നവർക്ക് നിരാശ ഉണ്ടാവും. അപ്പോൾ പാർട്ടി എന്താണെന്ന് വേണ്ടത്ര അറിയാതെ പാർട്ടിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ ശരിയാണെന്ന് പ്രചരിപ്പിക്കുക വഴി യഥാർത്ഥ പാർട്ടി ആശയം താപ്പോട്ട് പോകത്തില്ല. അത് ഗൗരവമുള്ള കാര്യമാണ്. ഇത് സാധാരണ ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാധാരണ ഒരു പാർട്ടിയായിട്ടൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും, കാരണം കോൺഗ്രസിനും കൗൺസിലർമാർ, CPM-നും കൗൺസിലർമാർ, കോൺഗ്രസിനും MLA-മാർ, അങ്ങനെ അത് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് സാധാരണ പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ് എ പാർട്ടി ഓഫ് എ ന്യൂ ഓർഡർ എന്നാണ് ലെനിൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു പുതിയ ക്രമമുണ്ടാക്കാനുള്ള പ്രസ്ഥാനമാണത്. പക്ഷെ മാധ്യമ പ്രവർത്തനം നടന്നവരെല്ലാം പാർട്ടി രേഖകൾ വായിച്ചിട്ട് മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുമോ? അവരുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളല്ലേ ചോദിക്കും. ഇപ്പൊ ഞാൻ ആലപ്പുഴയിലെ പാർട്ടി, നമ്മൾ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തന്നെ കുറേയേറെ സംസാരിക്കും, നമുക്ക് അതിൽ നിന്നും ഒന്ന് മാറിപ്പോവാം. എങ്കിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ആലപ്പുഴയിലെ പാർട്ടിയെ സംബന്ധിച്ച് കുറേ കാലമായി കേൾക്കുന്ന ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. കുട്ടനാട്ടിൽ ഒരുപാട് ആളുകൾ പാർട്ടിക്ക് SDPI ബന്ധമെന്നൊക്കെ പറഞ്ഞ് പാർട്ടി വിടുന്നു. പിന്നെ ആലപ്പുഴയിൽ മയക്കുമരുന്ന് കേസുകൾ ഉണ്ടാവുന്നു. അതുകൂടാതെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ സഹോദരൻ അറിയാം, എല്ലാവരും പത്രം വായിക്കുന്നവർക്കും അറിയാം. ഇത്തരം കാര്യങ്ങൾ നിരന്തരം GSM പോലെയുള്ള ഒരു വലിയ കർക്കശക്കാരനായ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്ന ആലപ്പുഴ ഘടകത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു മൂല്യച്യുതി, അങ്ങ് പറഞ്ഞതുപോലെ മറ്റു പാർട്ടികളെ പോലെ അല്ലാത്ത CPI-ൽ ആലപ്പുഴയിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പാർട്ടി രേഖ വായിക്കാത്ത മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതല്ല. ആലപ്പുഴയിലെ പാർട്ടിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, സുനിലിന് മനസ്സിലായില്ല. മാധ്യമപ്രവർത്തകരുടെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. കുട്ടനാട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെഴുതുന്ന അതല്ല, അതൊരു ഫാക്റ്റാണ്. പക്ഷെ അതല്ല, പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കാതെ പാർട്ടിയെപ്പറ്റി മനസ്സിലാക്കുക. ഞാനിപ്പം 62 വർഷമായി പാർട്ടി മെമ്പറാണ്. 13ാമത്തെ വയസ്സിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പാർട്ടി ഗ്രൂപ്പിൽ ചേർന്ന്, അവിഭക്ത പാർട്ടിയാണെന്ന് പറഞ്ഞ പ്രായമാണ്. നല്ലപോലെ പ്രസംഗിക്കുകയും ഉപന്യാസം എഴുതുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർ പിടിച്ച് അകത്താക്കി. അടുത്ത വർഷം 2014 ഐ എം സോറി, ഞാൻ പറഞ്ഞതെന്താ, 1963-ലാണ് പാർട്ടി മെമ്പർഷിപ്പ്. ഇപ്പോൾ 62 വർഷമായി. അപ്പോൾ 62 വർഷത്തെ പാർട്ടി പ്രവർത്തന അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അനുഭവം ഉണ്ടാകണമെന്നല്ല. എന്നേക്കാൾ കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പിൽ ലൈഫുള്ള ആളാണ് ഇപ്പം സോവിലങ്ങ് VS-നെ ഉള്ളത്. ഒരു ചെറിയ പരിധി എന്നേക്കാൾ കുറച്ചുകൂടി നമ്മളിലാണ് പിണറായി വിജയൻ. ഇപ്പം റിട്ടയർ ചെയ്ത വൈക്കം വിശ്വൻ, പാലോട് മോദി, ഇങ്ങനെ ഒരു 6-7 പേരെ ഇനി ബാക്കിയുള്ളൂ.
പകർച്ചയിൽ. അപ്പോൾ അവർക്കൊക്കെ പലതരത്തിലുള്ള സീമിനൊഴിച്ചാൽ ഇവർക്കെല്ലാം പലതരത്തിലുള്ള അനാരോഗ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാതെ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർക്ക് അത് അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് ആവാൻ പറ്റുന്നത്? എങ്ങനെ പറ്റും? മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെ സമൂഹത്തെ തിരുത്താൻ പറ്റും? അപ്പോൾ മാധ്യമപ്രവർത്തകൻ അറിവില്ലാത്തവനാവണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അറിവുള്ളവൻ തന്നെ ആവണം. എല്ലാം പഠിച്ചിട്ട് വേണം. അങ്ങനെ പഠിച്ചിട്ട് പ്രവർത്തിച്ച എത്രയോ ആളുകളുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലോ കുറച്ച് പേര്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് കാര്യമായില്ല.